അതിരപ്പള്ളിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്കായി തിരച്ചിൽ തുടരുന്നു. തിരച്ചിൽ നടത്തുന്നത് 50 അംഗ ദൌത്യസംഘം. ആനയെ കണ്ടെത്താൻ ഡ്രോൺ ഉപയോഗിച്ചും തിരച്ചിൽ. ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കുള്ള സ്റ്റേ നീക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി നിരസിച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിടിയിലായ യൂട്യൂബർ മണവാളന്റെ മുടി മുറിച്ചു. മണവാളനെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് പാതയുടെ നിർമ്മാണം. മെട്രോ ജംഗ്ഷൻ മുതൽ കൊക്കാല വരെയുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. നാളെ കോൺക്രീറ്റിംഗ് ആരംഭിക്കും. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മുല്ലശ്ശേരി, വെങ്കിടങ്ങ് എന്നിവിടങ്ങളിലായി പരിശോധന നടത്തി. കാറ്ററിംഗ് യൂണിറ്റുകളിലും ഓഡിറ്റോറിയങ്ങളിലും നടത്തിയ പരിശോധനയിൽ 80,000 രൂപ പിഴ ചുമത്തി. വാർത്തകൾ വിശദമായി. മസ്തകത്തിൽ മുറിവേറ്റ് കാട്ടിലലയുന്ന ആനയെ കണ്ടെത്താൻ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 1-ാം ബ്ലോക്കിൽ തെരച്ചിൽ പുരോഗമിക്കുന്നു. ആനയെ കണ്ടെത്താൻ ഡ്രോൺ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തുന്നുണ്ട്. മയക്കുവെടി വെച്ച് കൊമ്പനെ പിടിക്കാനുള്ള ശ്രമമാണ് പാളിയത്. മയക്കുവെടി വയ്ക്കുന്നതിന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് കാട്ടാനയെ മാറ്റാനായിരുന്നു ഫോറസ്റ്റ് ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയയും സംഘവും ആദ്യം ശ്രമിച്ചത്. ഇതിനായി ശബ്ദം മാത്രം പുറത്തുവരുന്ന പമ്പ് ബ്രോവൽ പ്രയോഗിച്ചു. ഇതിന്റെ ശബ്ദം കേട്ട് ഭയചകിതനായ ആന പുഴയിലെ തുരുത്തിൽ നിന്നും വേഗത്തിൽ കയറി മറ്റൊരിടത്തേക്ക് പോയി. തുടർന്ന് ഉൾക്കാട്ടിലെത്തിയ ആനയെ ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്താൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഇതോടെ ആദ്യ ദിവസത്തെ ശ്രമം അവസാനിപ്പിക്കേണ്ടി വന്നു. വ്യാഴാഴ്ച വീണ്ടും ഡ്രോൺ പറത്തി നിരീക്ഷണം തുടരുമെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി പറഞ്ഞു. വ്യാഴാഴ്ച ദൗത്യത്തിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കും. വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ 20 അംഗ സംഘമാണ് ദൗത്യസംഘത്തിലുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കൊമ്പനാനയെ ഏഴാറ്റുമുഖത്തെ എലിച്ചാണി വനത്തിൽ കണ്ടത്. പിന്നീട് 3 ദിവസം ആന അപ്രത്യക്ഷനായി. തുടർന്ന് ചൊവ്വാഴ്ചയായിരുന്നു ചാലക്കുടി പുഴയിലെ പ്ലാന്റേഷൻ പ്രദേശത്തെ വെറ്റിലപ്പാറ കടവിൽ ആനയെ വീണ്ടും കണ്ടത്. TCV ന്യൂസ്, ചാലക്കുടി. ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കുള്ള സ്റ്റേ തുടരും. സ്റ്റേ നീക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി നിരസിച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. തുടർന്നാണ് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കാനിരിക്കുന്ന ഉത്സവങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ സുപ്രീം കോടതിയിൽ ആരോപിച്ചു. ആന ഇടയുന്നത് പതിവായിരിക്കുകയാണ് എന്ന് ആരോപിച്ചാണ് സുപ്രീം കോടതി സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് കേസിലെ എതിർകക്ഷിയായ VK വെങ്കിടാചലം സുപ്രീം കോടതിയെ സമീപിച്ചത്. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പിടിയിലായ യൂട്യൂബർ മണവാളന്റെ മുടി മുറിച്ചു. വധശ്രമക്കേസിൽ റിമാൻഡിലായി വിയൂർ ജില്ലാ ജയിലിൽ എത്തിയ യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടിയാണ് ജയിൽ ചട്ടപ്രകാരം അധികൃതർ മുറിച്ചത്. മുടി മുറിച്ചതിനു ശേഷം അസ്വസ്ഥത കാണിച്ച മണവാളനെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പൂര ദിവസം കേരളവർമ്മ കോളേജിന് സമീപം വിദ്യാർത്ഥികളെ വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് മണവാളനെ റിമാൻഡ് ചെയ്തത്. 10 മാസം ഒളിവിലായിരുന്ന മണവാളനെ തൃശൂർ വെസ്റ്റ് പോലീസ് കുടകിൽ നിന്നാണ് പിടികൂടിയത്. തൃശൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റ് പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെട്രോ ജംഗ്ഷൻ മുതൽ കൊക്കാല വരെയുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. നാളെ കോൺക്രീറ്റിംഗ് ആരംഭിക്കും. കോൺക്രീറ്റ് പാതയുടെ ആദ്യ റീച്ചായ കൂർക്കഞ്ചേരി മുതൽ മെട്രോ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തിന്റെ നിർമ്മാണം മാത്രമാണ് ഇതുവരെ പൂർത്തിയായി തുറന്നുകൊടുത്തിട്ടുള്ളത്. അതേസമയം കൊക്കാല മുതൽ മാതൃഭൂമി ജംഗ്ഷൻ വരെയുള്ള റോഡ് മാസങ്ങളായി പൊളിച്ചിട്ടും റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. ഇതുമൂലം പൊടിശല്യം രൂക്ഷമാണെന്ന് വ്യാപാരികൾ പറയുന്നു. 4ാം ഘട്ട നിർമ്മാണത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ മാതൃഭൂമി റിംഗ് ജംഗ്ഷൻ മുതൽ ചെട്ടിയങ്ങാടി വരെയും ചെട്ടിയങ്ങാടി മുതൽ കുറുപ്പം റോഡ് ജംഗ്ഷൻ വരെയുമുള്ള ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് അറിയിച്ചുവെങ്കിലും വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. നിലവിൽ പൊളിച്ചിട്ട ഭാഗങ്ങളിലെ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം മാത്രമേ 4ാം ഘട്ട നിർമ്മാണത്തിനായി റോഡുകൾ പൊളിച്ചിട്ടാൽ മതിയെന്നും വ്യാപാരികൾ പറയുന്നു.
തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മുല്ലശ്ശേരി, വെങ്കിടങ്ങ് എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിവിധ ലംഘനങ്ങൾ കണ്ടെത്തി. മാലിന്യം കത്തിക്കുക, വലിച്ചെറിയുക, നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്നിവയാണ് കണ്ടെത്തിയത്. വിവിധ കാറ്ററിംഗ് യൂണിറ്റുകൾ, ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത്. ആകെ 12 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. 8 സ്ഥലങ്ങളിൽ നോട്ടീസ് നൽകുകയും 80,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. നിരോധിച്ച 600 കുപ്പി വെള്ളം പിടിച്ചെടുത്തു. ജില്ലാ സ്ക്വാഡ് ടീം ലീഡർ രജിനേഷ് രാജൻ, സ്ക്വാഡ് അംഗം ജസ്റ്റിൻ സെബാസ്റ്റ്യൻ, മുല്ലശ്ശേരി ജൂനിയർ സൂപ്രണ്ട് എ ശ്രീനാഥ്, കെ ദിവ്യ, വെങ്കിടങ്ങ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രെഡി ജോസ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എ ജി ഷെറി, ദിവ്യ ഉണ്ണി, കെ വി പ്രവീൺ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ദേശീയപാതയോരത്ത് ലോറിയിൽ കൊണ്ടുവന്ന് തട്ടിയ മാലിന്യം തിരിച്ചെടുപ്പിക്കുകയും പിഴ ചുമത്തുകയും ചെയ്ത് ചാലക്കുടി നഗരസഭ. പോട്ട പാപ്പാളി ജംഗ്ഷൻ ഭാഗത്തെ റോഡരികിലാണ് കേടായ പഴവർഗ്ഗങ്ങളും മറ്റു മാലിന്യങ്ങളും ലോറിയിൽ കൊണ്ടുവന്ന് തട്ടിയ നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നിരീക്ഷണ ക്യാമറകളുടെ സഹായത്തോടെ മാലിന്യം തട്ടിയ വാഹനം കണ്ടെത്തുകയും നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. വാഹനം കണ്ടെത്തി റോഡരികിൽ നിന്നും മാലിന്യം തിരിച്ച് വാഹനത്തിലെടുപ്പിക്കുകയും 5,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. നഗരസഭാ ചെയർമാൻ ഇൻചാർജ് ആലിസ് ഷിബു, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ്, സെക്രട്ടറി കെ പ്രമോദ് എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വേസ്റ്റ് നിർമ്മാർജ്ജന യജ്ഞത്തിന് തുടക്കമായി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സർക്കാർ ഓഫീസുകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയുള്ള പദ്ധതിയുടെ നഗരസഭാതല ഉദ്ഘാടനം പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ്, വാർഡ് കൌൺസിലർ ഗീത റാണി, സ്കൂൾ ഹെഡ്മാസ്റ്റർ സുനിൽ, ഉണ്ണി പണിക്കശ്ശേരി, ഹെൽത്ത് ഇൻസ്പെക്ടർ എബീഷ് ആന്റണി എന്നിവർ സംസാരിച്ചു. ചേലക്കരയിൽ തരിശായി കിടന്ന സർക്കാർ ഭൂമിയിൽ തീപിടുത്തം. ചേലക്കര നാട്ടിയൻചിറ വെറ്റിലാമ്പാടം പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത്. പാറകളോടുകൂടി തരിശായി കിടക്കുന്ന ഏക്കർ കണക്കിന് കുന്നുംപുറത്താണ് തീ പടർന്നത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. ഏകദേശം 8 ഏക്കറോളം സ്ഥലത്തെ പാഴ്ചെടികൾ കത്തി നശിച്ചു. പുരയിടത്തിലൂടെ വഴി നടക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടയിൽ മതിലകം എമ്മാട് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെ 4 പേരെ ആക്രമിക്കുകയും കാറും ബൈക്കും തകർക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. എമ്മാട് കളത്തിൽ വീട്ടിൽ രഞ്ജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ പ്രതികളായ ശ്രീജിത്ത്, ബാബു എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഏതാനും ദിവസം മുൻപ് കേസിലെ 1-ാം പ്രതിയായ ശ്രീജിത്തിനോട് പരാതിക്കാരനായ പ്രദീപ് കുമാർ തന്റെ എമ്മാടുള്ള പറമ്പിലൂടെ വഴി നടക്കരുത് എന്ന് പറഞ്ഞതിലുള്ള വിരോധത്താലായിരുന്നു ആക്രമണം. മതിലകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി, എസ് ഐ രമ്യ കാർത്തികേയൻ, ASI അസ്മാബി എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ ആരോഗ്യമേഖല തകർന്നു തരിപ്പണമായിട്ടും ആരോഗ്യമന്ത്രിക്ക് യാതൊരു കുലുക്കവുമില്ലെന്നും ഭൂരിഭാഗം ആശുപത്രികളും മരുന്നില്ലാതെ സ്തംഭനാവസ്ഥയിലാണെന്നും തൃശൂർ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. കൊക്കക്കോളയ്ക്കെതിരെ സമരം ചെയ്തവർ മദ്യനിർമ്മാണശാല ഒരുക്കാൻ നേതൃത്വം നൽകുകയാണെന്നും MP പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോടുള്ള LDF സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ആശുപത്രി വികസന സമിതി അംഗവും KPCC സെക്രട്ടറിയുമായ രാജേന്ദ്രൻ അരങ്ങത്തിന്റെ നേതൃത്വത്തിൽ HDS അംഗങ്ങൾ നടത്തുന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ആരോഗ്യമന്ത്രി ആശുപത്രിയിലെ ഇപ്പോഴത്തെ ദുരന്തമൊന്നും അറിയുന്നില്ല. കോവിഡ് കാലത്ത് സർക്കാർ നടത്തിയ കൊടിയ അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോവിഡ് കാലത്തെ മനുഷ്യന്റെ ദുരിതം സർക്കാർ കൊള്ളയ്ക്കുള്ള സാഹചര്യമാക്കി മാറ്റിയെന്നും ഏകാധിപത്യ പ്രവണത ഈ സർക്കാരിന്റെ സ്ഥിരം ശൈലിയാണെന്നും MP കുറ്റപ്പെടുത്തി. 12 വർഷമായി നടത്താത്ത HDS ഫണ്ട് ഓഡിറ്റ് ചെയ്യുക, HDS ഫണ്ട് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക, ആശുപത്രിയിൽ ഒഴിവുള്ള തസ്തികയിലേക്ക് ഡോക്ടർമാരെയും അനുബന്ധ സ്റ്റാഫിനെയും ഉടൻ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ആശുപത്രിക്ക് മുന്നിൽ നടന്ന സമരത്തിൽ അഡാട്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ്
വിപിൻ വടേരിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി വികസന സമിതി അംഗങ്ങളായ ലീല രാമകൃഷ്ണൻ, PV ബിജു, വടക്കാഞ്ചേരി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ്, UDF നേതാക്കളായ PA മാധവൻ, CV കുര്യാക്കോസ്, ഷാജി കോടങ്കണ്ടത്ത്, ജോസഫ് ചാലിശ്ശേരി, ജോൺ ഡാനിയൽ, സുനിൽ അന്തിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന്റെ 14ാം വാർഷികത്തോടനുബന്ധിച്ച് സ്നേഹസംഗമം പരിപാടി സംഘടിപ്പിച്ചു. മായന്നൂർ പാലത്തിന് സമീപമുള്ള നാരായണ സ്ക്വയറിൽ നടന്ന സ്നേഹസംഗമം MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MLA K പ്രേംകുമാർ അധ്യക്ഷനായിരുന്നു. മുൻ MLA M ഹംസ, ചലച്ചിത്ര സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ, സ്റ്റീഫൻ ദേവസി, അമ്പിളി പുഴയോരം, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പ്രശാന്തി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഗീത പരിപാടികൾ നടന്നു. പിന്നെ ഞാൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും, എൻ്റെ അച്ഛനും എല്ലാവർക്കും നീതമായ നമസ്കാരം. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കഥ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മായന്നൂർ പാലം വരാൻ വേണ്ടി ആഗ്രഹിച്ച വ്യക്തികളുടെ ഒരാൾ ഞാൻ കൂടിയായിരുന്നു. അതൊരു കഥ. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പറ പുറപ്പാടിന് തുടക്കമായി. പറയെടുപ്പിന്റെ 1ാം ദിവസമായ ഇന്നലെ രാത്രി ക്ഷേത്രം കോമരം മാരാത്ത് വാസുദേവൻ ആദ്യ പറ കൈക്കൊണ്ടു. മേൽശാന്തി അനീഷ് കൈലാസം, ദേവസ്വം ഓഫീസർ സുരേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊടുങ്ങല്ലൂരിൽ പെട്രോൾ പമ്പിലുണ്ടായ വാക്ക് തർക്കത്തിനിടെ യുവാവിനെ കമ്പി വടികൊണ്ട് ആക്രമിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മേത്തല കാട്ടാക്കുളം തേക്കിലക്കാട്ടിൽ വീട്ടിൽ പ്രവീൺ, അഞ്ചപ്പാലം തേവാലിൽ ഹരികൃഷ്ണൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. ബൈപ്പാസ് റോഡിലുള്ള പെട്രോൾ പമ്പിലുണ്ടായ ആക്രമണത്തിൽ കോട്ടുവള്ളി കണക്കാട്ടുശ്ശേരി വീട്ടിൽ അജീഷിനാണ് പരിക്കേറ്റത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. തൃശൂർ കാഞ്ഞാണി റോഡിൽ നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകത മൂലം നിരന്തരമായി കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. ഔട്ട്പോസ്റ്റ് ജംഗ്ഷനിൽ 1 വർഷത്തിലേറെയായി പൈപ്പ് പൊട്ടി കുടിവെള്ളം ഒഴുകിപ്പോകുകയാണ്. നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും പൈപ്പ് പൊട്ടിയത് ശരിയാക്കാൻ നടപടി സ്വീകരിക്കാതെ വാട്ടർ അതോറിറ്റിയും PWDയും പരസ്പരം പഴിചാരുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി A പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് ശ്രീറാം ശ്രീധർ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ സുനിത വിനു, യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് K സുമേഷ്, അയ്യന്തോൾ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശരത് K മേനോൻ, സെക്രട്ടറി സിജോ ഫ്രാൻസിസ്, കർഷക കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹരിത് B കല്ലുപാലം എന്നിവർ സംസാരിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ദിവാൻജി മൂല SN റോഡ് വളവിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. 10 ദിവസത്തിലധികമായി കുടിവെള്ളം പാഴായിട്ടും നടപടിയില്ലെന്ന് സമീപത്തെ സ്ഥാപന ഉടമകൾ പറയുന്നു. വെള്ളം റോഡിലേക്ക് ഒഴുകുന്നതിനാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നുണ്ട്. നടുറോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ഗർത്തം രൂപപ്പെട്ടതോടെ പോലീസിന്റെ ഡിവൈഡർ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഫെഡറൽ ബ്ലോക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ജന്മദിനാഘോഷവും പുഷ്പാർച്ചനയും തൃശൂരിൽ സംഘടിപ്പിച്ചു. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ചടങ്ങിന് ജില്ലാ പ്രസിഡന്റ് VK മോഹൻദാസ്, ജില്ലാ സെക്രട്ടറി വിൻസൻ എന്നിവർ നേതൃത്വം നൽകി. മടങ്ങിവരവിനായി കാത്തിരുന്ന കുടുംബത്തിന്റെ പ്രാർത്ഥന വിഫലമാക്കി സാവിയോ യാത്രയായി. പറപ്പൂർ സ്വദേശി പാണയങ്ങാടൻ വിൽസൺ മകൻ സാവിയോ ആണ് ഹൃദയത്തിലെ അണുബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി മരിച്ചത്. ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്നാണ് ഗൾഫിൽ ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്തിരുന്ന സാവിയോ നാട്ടിലെത്തിയത്. പിന്നീട് നടന്ന പരിശോധനയിൽ ഹൃദയത്തിൽ അണുബാധ കണ്ടെത്തി. ഹൃദയവാൽവ് 2 തവണ മാറ്റിവെച്ചു. അതിസങ്കീർണമായ 2 ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും അണുബാധ കൂടി. സാമ്പത്തിക ചിലവ് ഇരട്ടിയായപ്പോൾ സാവിയോയുടെ ചികിത്സാ ചെലവിനായി സുമനസ്സുകളുടെ സഹായം തേടി TCV വാർത്ത നൽകിയിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആരുടെയും സഹായത്തിന് കാത്തുനിൽക്കാതെ ഭാര്യയും 1 വയസ്സുള്ള മകളെയും തനിച്ചാക്കി സാവിയോ യാത്രയായി.
അസംഘടിത തൊഴിലാളികളുടെ പട്ടികയിൽ വിവാഹ ഏജന്റുമാരുടെയും വിവാഹ ഏജൻസികളുടെയും കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വാർഷിക കൺവെൻഷൻ ആവശ്യപ്പെട്ടു. തൃശൂരിൽ നടന്ന കൺവെൻഷൻ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എൽ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കെ രമേശ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി കെ എം രവീന്ദ്രൻ, ജില്ലാ സെക്രട്ടറി എൻ വി വിജയ, കെ എം ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള പൊയ്യ രാജവീതിയിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ റോഡിൽ ചിതറിയ നിലയിൽ. ഹരിതകർമ്മസേന ശേഖരിച്ച് വഴിയോരത്ത് സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക്കാണ് പരന്നുകിടക്കുന്നത്. ചാക്കിൽ സൂക്ഷിച്ചവ നായ്ക്കൾ കടിച്ചതാണെന്ന് കരുതുന്നു. പാലുവായി MUA LP സ്കൂളിന്റെ നവതി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ലോഗോ തയ്യാറാക്കിയ വിദ്യാർത്ഥിനി ആഗ്ന സൈമണിൽ നിന്നും പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ലോഗോ ഏറ്റുവാങ്ങി പ്രകാശനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷത വഹിച്ചു. നവതി ആഘോഷ ജനറൽ കൺവീനർ TK വിജയൻ, പ്രധാന അധ്യാപകൻ ഡൊമിനിക് സാവിയോ, SRG കൺവീനർ മെർലി സി ജേക്കബ്, MPTA വൈസ് പ്രസിഡന്റ് ഷീന എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരത്ത് നടന്ന SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരുടെ ട്രെയിനിങ്ങിൽ വിനോയ് വിൻസെന്റിലൂടെ തൃശൂരിനും പുരസ്കാരത്തിളക്കം. പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടന്ന പരിശീലനത്തിൽ ബെസ്റ്റ് ഓൾറൗണ്ടർ, ഫസ്റ്റ് ബെസ്റ്റ് ഔട്ട്ഡോർ അവാർഡുകൾ നേടിയാണ് വിനോയ് അഭിമാന നേട്ടം കരസ്ഥമാക്കിയത്. പഴയന്നൂർ സ്റ്റേഷന് കീഴിലെ മായന്നൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറും കായിക അധ്യാപകനുമാണ് വിനോയ്. നാടൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നൽകിവരുന്ന സംസ്ഥാനതല ചുരിക അവാർഡ് കൊടകര സ്വദേശിനിയായ നാടൻപാട്ട് കലാകാരി ജിനി മനോജ് ഏറ്റുവാങ്ങി. കാസർഗോഡ് ചെറുവത്തൂരിൽ നടന്ന ചടങ്ങിൽ മുൻമന്ത്രി KT ജലീലിൽ നിന്നാണ് ജിനി മനോജ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 10,000 രൂപയും ശില്പവുമാണ് ചുരിക പുരസ്കാരം. 2 പതിറ്റാണ്ടിലേറെയായി നാടൻ കലാരംഗത്ത് പ്രവർത്തിച്ചുവരുന്ന ജിനി മനോജ് ഇതിനോടകം 2500-ലധികം വേദികളിൽ നാടൻപാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. 2010 അംബേദ്കർ യുവ പ്രതിഭാ പുരസ്കാരം, 2019 കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ നോർത്ത് ഈസ്റ്റ് സോൺ കൾച്ചർ സെന്റർ പുരസ്കാരം, 2023 കലാഭവൻ മണി ഫൗണ്ടേഷന്റെ ഓടപ്പുഴം പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട്. ഇപ്പോൾ നാടൻപാട്ട് സമിതിയായ ഫോക്ക് ബാൻഡ് നടത്തിവരികയാണ്. പൊതുവിദ്യാലയ മികവിന് മച്ചാടിന്റെ കയ്യൊപ്പ് ചാർത്തി അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കിയ ഹ്രസ്വചിത്രം നാം ശ്രദ്ധേയമായി. നിറമുള്ള സ്വപ്നങ്ങൾ നെയ്ത വിദ്യാലയ തിരുമുറ്റമേ നിനക്കിൻ്റെ സ്വസ്തി. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ ഓർത്തെടുത്തും അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ചും മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും PTA-യുടെ പിന്തുണയോടെ നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് നാം. സ്കൂളിന്റെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് മൊബൈൽ ക്യാമറയിലാണ് 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഹ്രസ്വചിത്രം ചിത്രീകരിച്ചത്. അധ്യാപകരായ AS മിഥുൻ, PP പ്രശോഭ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത്. സംസ്ഥാന കലോത്സവത്തിൽ അഷ്ടപതിയിൽ B ഗ്രേഡ് കരസ്ഥമാക്കിയ മുഹമ്മദ് അഫ്ലഹാണ് ഗാനം ആലപിച്ചത്. വിദ്യാർത്ഥികളായ ഫാത്തിമ, അംന ഷെറിൻ, വൈഗ, സ്കൂൾ പ്രധാന അധ്യാപിക KK ഷീന, അധ്യാപകരായ KB ശ്രീമതി, ബിബിൻ ജോസഫ്, ജീവനക്കാരൻ തോമസ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ. ഇവർക്ക് മികച്ച പിന്തുണയുമായി ശാന്തനു, ഫൗസിയ, നീതു, ഉണ്ണികൃഷ്ണൻ, ദിലീപ് എന്നിവർ അണിയറയിലും പ്രവർത്തിച്ചു. സ്കൂൾ സംഘടിപ്പിച്ച മച്ചാട് ഉത്സവം 2025 എന്ന പരിപാടിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉൾപ്പെടെയുള്ളവരടങ്ങുന്ന വേദിയിൽ വെച്ച് ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനം നടത്തി. ഏവരുടെയും ഹൃദയത്തെ സ്പർശിച്ചാണ് ഈ കുഞ്ഞു ചിത്രം കടന്നുപോയത്. മച്ചാട് സ്കൂളിന്റെ YouTube ചാനലിലൂടെയും നിരവധി പേരാണ് ചിത്രം കണ്ടത്. ഒരു നാളും എത്തിടാത്തൊരാ വാസന്ത സ്മൃതികളെ നിങ്ങൾക്കും എൻ്റെ സ്വസ്തി. TCV തൃശൂർ. പ്രണയവും കലഹവും.
മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് ദി ബാപ്റ്റിസ്റ്റ് യുവജന പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച അമ്പ് ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാത്രി 8-ന് കോടാലിയിൽ നിന്ന് മൂന്നുമുറിയിലേക്ക് പുറപ്പെടുന്ന മെഗാ ഘോഷയാത്ര ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് ഫ്ളാഗ് ഓഫ് ചെയ്യും. മൂന്നുമുറിയിൽ കൂട്ടായ്മ ഉയർത്തിയ ദീപാലംകൃത ബഹുനില പന്തലിന്റെ സ്വിച്ച് ഓൺ വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ വിൽസൺ മാമ്പ്രക്കാരൻ, വൈസ് ചെയർമാൻ ജോൺസൺ മാമ്പ്രക്കാരൻ, സെക്രട്ടറി ജസ്റ്റിൻ മാങ്കുഴി, മീഡിയ കൺവീനർ ഡിക്സൺ ദേവസി, പ്രവാസി പ്രതിനിധി സോണി മംഗലൻ, ട്രഷറർ ജിപ്സൺ പൌലോസ് എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലുമായി 28 റോഡുകൾക്ക് തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 കോടി രൂപയുടെ ഭരണാനുമതിയായി. 3 പീടിക ബീച്ച് റോഡ്, ബീച്ച് മൊയ്തീൻപള്ളി ലിങ്ക് റോഡ്, യു ബസാർ പത്താഴക്കാട് റോഡ് തുടങ്ങിയ റോഡുകൾക്കാണ് തുക അനുവദിച്ചത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് ചേലക്കരയിൽ നടത്തുന്ന തലമ്മ പന്തുകളി ദുബായിൽ സംഘടിപ്പിച്ച് പ്രവാസി കൂട്ടായ്മ. ചേലക്കര പ്രവാസി കൂട്ടായ്മ UAE നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 6 ടീമാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഷെവറോൺ, മെഗാസ്റ്റാർ, ടീം ഹബീബി, ടീം ചേലക്കര, UAE ചിൽഡ്രൻസ്, ബ്രദേഴ്സ് ചേലക്കര എന്നീ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. സെമി ഫൈനൽ മത്സരം ഫെബ്രുവരി 2-ന് നടക്കും. വാർഷിക പദ്ധതിയിൽ പാർപ്പിടത്തിന് മുൻഗണന നൽകി വെങ്കിടങ്ങ് പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ലൈഫ് മിഷൻ ഭവന പദ്ധതി പ്രകാരം 2.86 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പൂർണിമ നിഖിൽ വികസന രേഖ അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായി. പഞ്ചായത്ത് ഗ്രൌണ്ടിൽ ഫ്ലഡ് ലൈറ്റും ടർഫും സ്ഥാപിച്ച് നവീകരിക്കും. തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാനും എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കാനും ടൂറിസം, കൃഷി എന്നിവയ്ക്കും പദ്ധതികളുണ്ട്. വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, ജനപ്രതിനിധികളായ EV പ്രബീഷ്, വാസന്തി ആനന്ദൻ, KA സതീഷ്, ചാന്ദിനി വേണു, ഗ്രേസി ജേക്കബ്, സോമസുന്ദരൻ വെണ്ണങ്ങാട്, NK വിമല, അഷ്റഫ് തങ്ങൾ, സെക്രട്ടറി PA ശൈല എന്നിവർ സംസാരിച്ചു. കിടപ്പ് രോഗികൾക്ക് സേഫ് കേരള വാട്സാപ്പ് ഗ്രൂപ്പ് നൽകുന്ന ഡയപ്പർ വിതരണം തൃശൂർ കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുകേഷ് കുളപ്പറമ്പിൽ കൂർക്കഞ്ചേരിയിൽ നിർവഹിച്ചു. ഒല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി നഴ്സ് ഷൈനി ഏറ്റുവാങ്ങി. ആശാ വർക്കർമാരായ നിഷ, ബിന്ദു, സരിത, സേഫ് കേരള വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ PK മൻസൂർ എന്നിവർ പങ്കെടുത്തു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് അൽ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് മദർ ആശുപത്രിയുമായി സഹകരിച്ച് കിഡ്നി രോഗനിർണയ ക്യാമ്പ് നടത്തുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ആദ്യം രജിസ്റ്റർ ചെയ്ത 100 പേർക്ക് തികച്ചും സൗജന്യമായി ചെയ്തു കൊടുക്കും. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് തുടർ ചികിത്സയ്ക്ക് പ്രത്യേക ഇളവുകളും നൽകുമെന്ന് ചീഫ് പ്രോഗ്രാം കോർഡിനേറ്റർ TM മൊയ്തീൻ ഷാ, ഫൗണ്ടർ മെമ്പർ EP സുലൈമാൻ ഹാജി, ട്രസ്റ്റ് മെമ്പർ TA കോയ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്ത് ഇന്ന് ആഘോഷിക്കുന്നു. നടക്കൽപ്പറയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന ചെറുപൂരങ്ങളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. വെള്ളിക്കുളങ്ങര തിരുകുടുംബ ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ, തിരുനാൾ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് പോളി മാഞ്ഞാങ്ങ, കൈക്കാരന്മാരായ ജോസഫ് കളമ്പാടൻ, ജെയ്സൺ മാഞ്ഞാങ്ങ, ജേക്കബ് കാവുങ്ങൽ തുടങ്ങിയവർ കൊടിയേറ്റ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശനി, ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷം. വടക്കഞ്ചേരി ക്ലേലിയ ബർബിയേരി ഹോളി ഏഞ്ചൽസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികം നഗരസഭാ കൌൺസിലർ PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. ഫൊറാന വികാരി ഫാദർ വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ വിമല പനക്കൽ,
സിസ്റ്റർ എലിസബത്ത് കള്ളിവളപ്പിൽ, കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, PTA പ്രസിഡന്റ് ഷാജു എടക്കളത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതത്തിൽ ഓർക്കുന്ന മൊമെന്റുകളാണ് ഇന്നും ഞങ്ങളുടെ ആ സ്റ്റേറ്റ് ലെവൽ വരെ എത്തി നിൽക്കുക. ഇനി പാഠ്യേതര പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ CITU നിയന്ത്രണത്തിലുള്ള അപ്പോളോ ടയേഴ്സ് എംപ്ലോയീസ് യൂണിയൻ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സ് ഫാക്ടറിക്ക് മുന്നിൽ ധർണ നടത്തി. മാനേജ്മെന്റും തൊഴിലാളി യൂണിയനും തമ്മിലുള്ള കരാറിന് വിരുദ്ധമായി മുന്നറിയിപ്പ് പോലും നൽകാതെ ATEU ജോയിന്റ് സെക്രട്ടറിയും തൊഴിലാളികളുമായ കൽറ്റസ് ബേബിയെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജനറൽ സെക്രട്ടറി K സന്തോഷ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PS സന്തോഷ്, VX ജോസ്മോൻ, PC അനൂപ് എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ക്രിക്കറ്റ് ക്ലബിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മത്സരങ്ങൾ ഈ മാസം 25 മുതൽ ഫെബ്രുവരി 9 വരെ തൃശൂർ കേരളവർമ്മ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. തൃശൂർ ജില്ലാ ക്രിക്കറ്റ് ക്ലബ് ഭാരവാഹികളായ പ്രസിഡന്റ് MR വെങ്കിടേശ്വരൻ, ജോസ് പോൾ, K മനു മന്മഥൻ, UK സലീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുടിവെള്ളത്തിനും വിദ്യാഭ്യാസ കാർഷിക മേഖലയ്ക്കും മുൻഗണന നൽകി മുരിയാട് പഞ്ചായത്തിന്റെ വികസന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സമിതി ചെയർമാൻ KP പ്രശാന്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജിത്ത് പട്ടത്ത്, AS സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും ശതാബ്ദി വർഷാചരണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. എറവ് സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം തൃശൂർ സബ് ജഡ്ജ് സരിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ റോയ് ജോസഫ് വടക്കൻ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ സിനിമാ സീരിയൽ താരം വരദ, ബാലതാരം എയ്ഥൽ ഇവാന ഷെറിൻ, പ്രിൻസിപ്പൽ R അംബുജാക്ഷിയമ്മ, ഫാദർ ജിയോ വേലുകാരൻ, PTA പ്രസിഡന്റ് ലൻജി ഡെന്റോ, ജോയ് കുണ്ടുകുളം തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നുമുറി ദി സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്റ്റ്യനസിന്റെ അമ്പ് തിരുനാൾ ഈ മാസം 25, 26, 27 തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 25 വൈകുന്നേരം 5:30 ദീപാലങ്കാരം സ്വിച്ച് ഓൺ, 26 കുടുംബ യൂണിറ്റുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, 27 രാവിലെ 10 ഫാദർ വിനിൽ കുരിശുതറയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ ദിവ്യബലി, ഉച്ചകഴിഞ്ഞ് തിരുനാൾ പ്രദക്ഷിണം എന്നിവയുണ്ടാകും. തിരുനാളിനോടനുബന്ധിച്ച് ബഹുനില പന്തൽ മത്സരവും സംഘടിപ്പിച്ചിട്ടുള്ളതായി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് തൊഴുത്തിക്കൽ, ജനറൽ കൺവീനർ സണ്ണി ചിരിയങ്ങണ്ടത്ത്, കൈക്കാരൻ ബിജു തെക്കൻ, മീഡിയ കൺവീനർ ജസ്റ്റിൻ മങ്കുഴി എന്നിവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ലഹരി മാഫിയക്കെതിരെ ജനകീയ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ജനകീയ ജാഗ്രതാ സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് K സച്ചിൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് റേഞ്ച് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PL ജോസഫ്, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മഫ്തിയിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാള സ്വദേശി കുറ്റിപ്പുഴക്കാരൻ മുഹമ്മദ് അസിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ 4 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പുത്തൻചിറ സ്വദേശികളായ ഷെഫി, സാലിഹ്, തിരുവനന്തപുരം സ്വദേശി ആൽബി എന്നിവരെ പിടികൂടാനുണ്ട്. വടമ എക്സൈസ് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രിൻസിന്റെ പരാതിയിലാണ് കേസ്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം.
എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ വാഹനമില്ലാത്തത് ആരോഗ്യ പ്രവർത്തകരെ ബുദ്ധിമുട്ടിലാക്കുന്നു. നിലവിലുള്ള വാഹനം പ്രവർത്തന കാലാവധി കഴിഞ്ഞതിനാൽ കയറ്റിയിട്ടിരിക്കുകയാണ്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ജീപ്പ് കയറ്റിയിട്ടിട്ട് വർഷം പിന്നിടുകയാണ്. വാഹനത്തിന്റെ കാലാവധി കഴിഞ്ഞതിനാലാണ് ഉപയോഗിക്കാൻ കഴിയാത്തത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. എരുമപ്പെട്ടി, വരവൂർ, ദേശമംഗലം, മുള്ളൂർക്കര, തെക്കുംകര, മുണ്ടത്തിക്കോട് എന്നീ പഞ്ചായത്തുകളിലും വടക്കാഞ്ചേരി നഗരസഭയിലും ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രമാണ്. പകർച്ചവ്യാധി പ്രതിരോധം, പാലിയേറ്റീവ് പരിചരണം, പോളിയോ വാക്സിൻ വിതരണം, വിവിധ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും മറ്റ് സ്വകാര്യ വാഹനങ്ങളുമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി വാഹനമില്ലാത്തത് ആരോഗ്യ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. മറ്റത്തൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ നിർമ്മിച്ച താളൂപ്പാടം ശ്രീദേവി സ്മാർട്ട് അംഗൻവാടി ഉദ്ഘാടനത്തിനൊരുങ്ങി. മുൻ MP TN പ്രതാപന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി 23 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്മാർട്ട് അംഗൻവാടിയുടെ പണി പൂർത്തീകരിച്ചത്. ശനിയാഴ്ച രാവിലെ 10-ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്മാർട്ട് അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിക്കും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിപിയുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്ന് ഉദ്ഘാടന ചടങ്ങിന്റെ നടത്തിപ്പിനായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തി. കൂരിക്കുഴി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുകുമാരൻ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പകൽ പൂരത്തിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. രാത്രി നടന്ന ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7505 രൂപ, പവന് 60,040 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3305 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്കായി തിരച്ചിൽ തുടരുന്നു. തിരച്ചിൽ നടത്തുന്നത് 50 അംഗ ദൌത്യ സംഘം. ആനയെ കണ്ടെത്താൻ ഡ്രോൺ ഉപയോഗിച്ചും തിരച്ചിൽ. ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കുള്ള സ്റ്റേ നീക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി നിരസിച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പിടിയിലായ യൂട്യൂബർ മണവാളനെ മുടിമുറിച്ചു. മണവാളനെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റ് പാതയുടെ നിർമ്മാണം. മെട്രോ ജംഗ്ഷൻ മുതൽ കൊക്കാല വരെയുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. നാളെ കോൺക്രീറ്റിംഗ് ആരംഭിക്കും. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മുല്ലശ്ശേരി, വെങ്കിടങ്ങ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. കാറ്ററിംഗ് യൂണിറ്റുകളിലും ഓഡിറ്റോറിയങ്ങളിലും നടത്തിയ പരിശോധനയിൽ 80,000 രൂപ പിഴ ചുമത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.